CPM വിട്ട് പുറത്തുവന്ന രണ്ടുപേരാണ് ഇത്തവണ UDF പിന്തുണയോടെ കണ്ണൂരിൽ മത്സരിക്കുന്നത്. പയ്യന്നൂരിൽ മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനും. രക്തസാക്ഷി ഫണ്ട് ക്രമക്കേടും കുടുംബവാഴ്ചയും ആയുധമാക്കിയാണ് ഇരുവരും പാർട്ടിയെ വെല്ലുവിളിക്കുന്നത്. രക്തസാക്ഷി ഫണ്ട് ക്രമക്കേട് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പാർട്ടിക്കകത്ത് ഉന്നയിച്ചിട്ടും ഫലമില്ലാതായതോടെയാണ് വി കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ടത്. നിലവിലെ LDF സ്ഥാനാർത്ഥി TI മധുസൂദനൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഫണ്ട് വെട്ടിച്ചെന്ന കുഞ്ഞികൃഷ്ണന്റെ ആരോപണം പാർട്ടിക്ക് വലിയ തലവേദനയായിരുന്നു. ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തി കുഞ്ഞികൃഷ്ണൻ പുറത്തിറക്കിയ പുസ്തകത്തിന് മറുപടി നൽകാൻ CPMന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വിവാദങ്ങൾക്കിടയിലും മധുസൂദനനെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ചതോടെയാണ് വി കുഞ്ഞികൃഷ്ണൻ വിമതനായി മത്സരരംഗത്തെത്തിയത്. യഥാർത്ഥത്തിൽ ഈ മത്സരത്തിന് കാരണം പയ്യന്നൂരിലെ സാമ്പത്തിക വിഷയമാണ്. ഇന്ന് LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കളങ്കിതനായ ഒരു വ്യക്തിയാണ്. അയാളല്ല മറ്റൊരു സ്ഥാനാർത്ഥിയാണ് LDFന്റെ ഭാഗമായി മത്സരിക്കാൻ തയ്യാറായത് എങ്കിൽ ഒരു കാരണവശാലും ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമായിരുന്നില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിർബന്ധിക്കപ്പെട്ടതാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് 6.5 പതിറ്റാണ്ടോളം നീണ്ട പാർട്ടി ബന്ധം TK ഗോവിന്ദൻ ഉപേക്ഷിച്ചത്. പാർട്ടിയിലെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെയുള്ള പോരാട്ടമായാണ് TK ഗോവിന്ദൻ തന്റെ സ്ഥാനാർത്ഥിത്വത്തെ വിശേഷിപ്പിക്കുന്നത്. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, എന്നെ UDF പിന്തുണക്കുന്നുണ്ട്, അതാണ് എൻ്റെ രാഷ്ട്രീയം. സഹകളൊക്കെ വളരെ സ്നേഹത്തോടെ തന്നെയാണ് എന്നെ സ്വീകരിക്കുന്നത്. അവർക്ക് പാർട്ടി എന്നുള്ള നിലക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും. പക്ഷേ അവരിപ്പോഴും എന്നോട് വളരെ സ്നേഹത്തിലാണ് കാണുന്നവരൊക്കെ കൈപിടിച്ചും ഞങ്ങളുണ്ട് പിന്നിൽ എന്ന് പറയുന്ന നിലയാണ് പഴയ സഹാക്കളുടെ ഭാഗത്തുള്ളത്. പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തെ മാത്രം നിയമസഭയിലേക്ക് അയക്കുന്ന മണ്ഡലങ്ങളാണ് പയ്യന്നൂരും തളിപ്പറമ്പും. ഈ കോട്ടകളിൽ വിജയിക്കുക എന്നതിനപ്പുറം ഇടത് കോട്ടകളിലെ ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടാക്കാൻ സാധിച്ചാൽ പോലും അത് LDFന് രാഷ്ട്രീയമായി കനത്ത തിരിച്ചടിയാണ്. കണ്ണൂരിൽ നിന്നും രജീഷ് കരിവള്ളൂരിനൊപ്പം അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.